ഹായ് ഗൈസ്, എങ്ങനെ യൂട്യൂബിൽ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം എന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത കുറേ ഗുണങ്ങളുണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോയ്ക്ക് ഇടാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ കമൻറ്റ് ഇടാം. പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആദ്യം തന്നെ നമുക്ക് നമ്മുടെ യൂട്യൂബ് ഓപ്പൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ആപ്പ് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ യൂട്യൂബ് ഓപ്പൺ ആയിട്ട് വന്നു. അതിൽ യു എന്ന് കാണുന്നുണ്ട് നമ്മുടെ ചാനൽ, അതെടുക്കുക. യു എന്നതിൽ വ്യൂ ചാനൽ എടുക്കുക. അപ്പം നമ്മുടെ ചാനൽ ഓപ്പൺ ആയിട്ട് വരും. ഓപ്പൺ ആയിട്ട് കിടക്കുകയാണെങ്കിൽ ഡയറക്റ്റ് ഓപ്പൺ ആയിട്ട് വരും. നേരത്തെ അതാണ് ഡയറക്റ്റ് ഓപ്പൺ ആയിട്ട് വന്നത്. അപ്പം നമ്മുടെ ചാനൽ വന്നു. ഇതിൽ പ്ലേലിസ്റ്റ് എന്ന് കണ്ടോ, ഞാൻ ക്രിയേറ്റ് ചെയ്തതുകൊണ്ടാണ് അതിൽ പ്ലേലിസ്റ്റ് വന്നത്. ഞാൻ പ്ലേലിസ്റ്റിൽ നെയിമൊക്കെ കൊടുത്ത് കുറേ വീഡിയോസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് വഴിയും നമുക്ക് വ്യൂവേഴ്സ് കിട്ടും, വാച്ച് ഓവറൊക്കെ കിട്ടും. നമുക്ക് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്താലോ? ഇപ്പോൾ വീഡിയോസിലും ഷോർട്സൊക്കെ നമുക്ക് പ്ലേലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിടാം. ഇത് വീഡിയോസ്, ഞാൻ ഷോർട്സ് ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട്. ഫസ്റ്റ് നമുക്ക് വീഡിയോസിൽ ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഒരു വീഡിയോയിൽ ആ 3 ഡോട്ടുള്ള ഓപ്ഷൻ എടുത്തതിന് ശേഷം സേവ് ടു പ്ലേലിസ്റ്റ് എടുക്കുക. അതിൽ ന്യൂ പ്ലേലിസ്റ്റ് എടുക്കുക. ഇതിൽ കുറേ പ്ലേലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ന്യൂ പ്ലേലിസ്റ്റ് എടുത്തതിന് ശേഷം ഒരു ടൈറ്റിൽ കൊടുക്കുക. അപ്പോൾ ട്രാവൽ വീഡിയോ ഞാൻ സെലക്ട് ചെയ്തുകൊണ്ട് ട്രാവൽ എന്നാണ് ടൈറ്റിൽ കൊടുക്കുന്നത്. അതിൽ വിസിബിലിറ്റി പബ്ലിക്കായിട്ട് കൊടുക്കണം, എന്നാലേ പബ്ലിക്കിന് കാണാൻ പറ്റുള്ളൂ. കൊളാബറേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഓണാക്കിയിടാം, അല്ലെങ്കിൽ വേണ്ട. എന്നിട്ട് ക്രിയേറ്റ് കൊടുക്കുക. ഇപ്പോൾ ഈ വാഗമൺ പൈൻ കാട്ടിലൂടെ ഒരു യാത്ര എന്ന വീഡിയോ ആ പ്ലേലിസ്റ്റിൽ പോയി കിടക്കുന്നുണ്ടാവും. അതിനുശേഷം പ്ലേലിസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്താൽ നമുക്ക് അത് കാണാൻ പറ്റും. നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത പ്ലേലിസ്റ്റ് നമുക്ക് അവിടെ കാണാൻ പറ്റും. പ്ലേലിസ്റ്റിൽ ഞാൻ വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോയിൽ നിന്ന് ഡയറക്റ്റ് പോയിട്ടാണ് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തത്. ഇനി നമുക്ക് ഷോർട്ട് എങ്ങനെയാണ്? ഷോർട്ട് ഒരെണ്ണം സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്നത് പെറ്റ്സിൻ്റെ ഷോർട്ടാണ്, അതെടുക്കണം. വീഡിയോസിൽ ഡയറക്റ്റ് പോയിട്ടാണ് ചെയ്തത്. ഷോർട്ട് സെലക്ട് ചെയ്തതിന് ശേഷം 3 ഡോട്ട് സെലക്ട് ചെയ്യുക. മുകളിലുള്ള 3 ഡോട്ട് അതിൻ്റെ സേവ് ടു പ്ലേലിസ്റ്റ് കൊടുക്കുക. എന്നിട്ട് ന്യൂ പ്ലേലിസ്റ്റ് കൊടുക്കുക. അതിൻ്റെ ക്രിയേറ്റ് ചെയ്യുക. ഞാനിവിടെ പെറ്റ്സ് കോർണർ എന്നാണ് കൊടുക്കുന്നത്. അതിനുശേഷം വിസിബിലിറ്റി പബ്ലിക്കായിട്ട് കൊടുക്കാൻ മറക്കരുത്. എന്നിട്ട് ക്രിയേറ്റ് കൊടുക്കുക. അപ്പോൾ ആ വീഡിയോ ആ പ്ലേലിസ്റ്റിൽ പോയി കിടക്കുന്നുണ്ടാവും. പെറ്റ്സ് കോർണർ എന്ന് പറഞ്ഞിട്ട് കൊടുക്കണം. പ്ലേയോൾ കൊടുത്താൽ നമ്മുടെ കുറേ വീഡിയോസിലിട്ട് ഒരുമിച്ച് എല്ലാ വീഡിയോയും പ്ലേ ആയിക്കോളും. ഇനി നമ്മൾ പ്ലേലിസ്റ്റിൽ എല്ലാം ഉണ്ടോ എന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. പ്ലേലിസ്റ്റിലെല്ലാം വന്ന് കിടക്കുന്നുണ്ട്. പെറ്റ്സ് കോർണർ, ട്രാവൽ, ഫുഡീസ്, മൈ വൈബ്സ് എന്നൊക്കെ കുറേ കിടക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇനിയും ആഡ് ചെയ്യാം. പ്ലേലിസ്റ്റിലേക്ക് വീഡിയോസ് ആഡ് ചെയ്യാം. അപ്പോൾ ഷോർട്സ് എടുത്തു. ഷോർട്സിൽ ഞാൻ പെറ്റ്സിൻ്റെ എടുത്തു. അതിൻ്റെ 3 ഡോട്ടുള്ള ഐക്കൺ എടുത്ത് സേവ് ടു പ്ലേലിസ്റ്റ് കൊടുത്ത് ഞാൻ നേരത്തെ പെറ്റ്സ് കോർണറിന് ചെയ്തിട്ടുണ്ട്, അതെടുത്ത് അപ്പോൾ അതിലേക്ക് സേവ് ആയിട്ടുണ്ടാവും. ഇപ്പോൾ ചായയും ബജിയും ഞാൻ അതുപോലെ എടുക്കുന്നുണ്ട്, ഫുഡിൻ്റെ ഒരു വീഡിയോ. മുകളിൽ കാണുന്ന ആ 3 ഡോട്ട്സ്, മുകളിൽ ആ 3 ഡോട്ട്സ് എടുക്കുക, ഓപ്ഷനാണത്. അതിൽ സേവ് ടു പ്ലേലിസ്റ്റ് കൊടുത്തിട്ട് ഏത് പ്ലേലിസ്റ്റിലേക്കാണോ കൊടുക്കേണ്ടത്, ഫുഡീസിലേക്ക് കൊടുത്തു. ഞാൻ മൈ വൈബ്സ് കളഞ്ഞു. അപ്പോൾ അതിലേക്ക് സേവ് ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് വീഡിയോസും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം. വീഡിയോസിൽ 3 ഐക്കൺ അവിടെ ഫ്രണ്ടിൽ കിടക്കണതുകൊണ്ട് നമുക്ക് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല. 3 ഐക്കൺ സെലക്ട് ചെയ്യുക, സേവ് ടു പ്ലേലിസ്റ്റ് കൊടുക്കുക. ഞാൻ ഫുഡിൻ്റെ ആണ് സെലക്ട് ചെയ്തത്, ഫുഡീസ് കൊടുത്തു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയാൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.